അപ്പൊ നാളെ വിഷു ആയതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ വൃത്തിയാക്കുന്ന കുറച്ച് ചടങ്ങുകളുണ്ടല്ലോ. അടിച്ച് തുടച്ച് വൃത്തിയായിട്ട് ഐശ്വര്യപൂർണമായ ഒരു വിഷുവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുളിച്ച് റെഡിയായി വന്ന് വിളക്ക് വെക്കുന്ന സ്ഥലവും വിളക്കും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഓർമ്മയാണല്ലേ. വീട്ടുകാരെല്ലാവരും കൂടി ഒത്തുചേരുക, കൈനീട്ടം തരിക, കൈനീട്ടം മേടിക്കാനായിട്ട് റെഡിയായി നിൽക്കുക, പൂരത്തിന് സദ്യ, ഇതെല്ലാം നമ്മുടെ വിഷു എന്ന് പറയുന്നുള്ള ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നുണ്ടല്ലേ. അപ്പൊ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഐഷൂസ് വേൾഡ്. Please don't forget to subscribe to my channel, press the like button and the bell button. അപ്പൊ തലേന്ന് രാത്രി നമ്മൾ കണിയൊക്കെ ഒരുക്കിയിട്ടാണ് കിടന്നുറങ്ങാറ് പതിവ്. അപ്പൊ കണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് വന്നാലോ. അപ്പൊ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടു. ഇനി നമ്മൾ ഈ കണി വീടിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വീടിന് ചുറ്റുമുള്ള എല്ലാത്തിനും ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വിഷു എന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ നിറഞ്ഞ ഒരു വിഷുക്കാലായിരിക്കും അല്ലേ. ഇനി അതാണ് നമ്മുടെ പരിപാടി. വിഷു കണിയും കണ്ടു, പടക്കവും പൊട്ടിച്ചു. ഇനി വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? അതെ, വിഷസദ്യ. അടുത്ത നമുക്ക് ഒരു സദ്യ കഴിച്ചാലോ. നല്ല തൂഷനല്ല വാഴ വെട്ടി അത് കഴുകി നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറും ഉപ്പേരിയും പപ്പടവും പായസവും ഒക്കെ കൂട്ടി കഴിക്കാൻ പോകും. വിളക്ക് വെച്ചു. നമുക്കിനി വിളക്കൊക്കെ കൊളുത്തി വാഴയിലേക്ക് ഇട്ട് ദൈവത്തിനാണ് നമ്മൾ ആദ്യം വിളമ്പുന്നത്. അതിനുശേഷം നമ്മൾ വീടിൻ്റെ 4 മുക്കിലുമായിട്ട് ഉറുമ്പുകൾക്കും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കഴിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാ ഓണത്തിനും വിഷുവിനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ വീട്ടിലും എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വ്ലോഗ് വരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ഹാപ്പി വിഷു.